ഹാപ്പി മോർണിംഗ് ഫ്രണ്ട്സ്. പിന്നെ നല്ലൊരു സൺഡേ ആണ്. എല്ലാവരും ഉറക്കത്തിൻ്റെ ആലസ്യത്തിലൊക്കെ ആയിരിക്കും. ഞാൻ പതിവ് പോലെ ബസ് സ്റ്റോപ്പിലേക്കുള്ള ഓട്ടത്തിലാണ്. ഓടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. എന്നാൽ ആ അവസാനത്തെ 5 മിനിറ്റിൽ ഓടുന്നതിൻ്റെ ആ ഒരു ഹരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റേ ഉള്ളൂ സ്റ്റോപ്പിലെത്താൻ. അല്ല, 5 മിനിറ്റേ ഉള്ളൂ ബസ് വരാൻ. അതിൻ്റെ ഇടയിൽ എത്തിയാൽ ആ ബസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത 15 മിനിറ്റ് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടോ? എത്ര സമയമുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ നിന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടോ? പഠിപ്പ്, ജോലി, മാരേജ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടോ? എന്തൊക്കെയാണ് നാട്ടിലെ ലേറ്റസ്റ്റ് ന്യൂസുകൾ? ഞാനൊന്നും കണ്ടില്ല. ഇന്നലത്തെ ഒന്നും ന്യൂസ് കണ്ടില്ലായിരുന്നു. 2-3 ദിവസം മുമ്പേ ആണെങ്കിൽ ഒരു മിനിസ്റ്ററിൻ്റെ എന്തോ ഒരു കുടുംബ പ്രശ്നം വഴക്കോ, അതാണ് ലാസ്റ്റ് ഞാൻ കേട്ട ന്യൂസ്. നമ്മുടെ ലവ് ജിഹാദ് കുംഭമേളയിൽ പങ്കെടുത്ത മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി, അതിസുന്ദരിയായ ബ്യൂട്ടി, ഫുൾ ഗേൾ, അവളുടെ എന്ന് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ മാരേജിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളായിരുന്നു. ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവൾക്ക് 18 വയസ്സായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഭാഗം അങ്ങനെയൊക്കെ ഉള്ള ന്യൂസുകളാണ് കണ്ടത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടീനെ. ഇഷ്ടമാണ് ഇപ്പോഴും. കാണാൻ നല്ല ലുക്കായിരുന്നു. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടിയൊക്കെ കരിയറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ നടിയുണ്ടല്ലോ, രേഖ, ഹിന്ദി ആക്ട്രസ്, ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുമായിരുന്നു. നാച്ചുറലി നല്ല ഫീച്ചേഴ്സൊക്കെയുള്ള ഒരു ഫേസായിരുന്നു. നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന വൈരക്കല്ലുകൾ പോലെയുള്ള കണ്ണുകളും നല്ല മനോഹരമായ ചിരിയൊക്കെയുള്ള ഒരു നിഷ്കളങ്കത തോന്നുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. നല്ല പെൺകുട്ടിയാണ്. ഇപ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ. നാട്ടിലിപ്പം 6 മണി ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ആരും അങ്ങനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊരു 2-3 വർഷമായി നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഡെവലപ്മെൻറ്റ്സൊക്കെ ഫാസ്റ്റാണല്ലോ. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന സിറ്റുവേഷൻസൊക്കെ വേറെ ആയിരിക്കും. മാറിയിട്ടുണ്ടാവും. എല്ലാ സിസ്റ്റംസ് കുറേ ചേഞ്ച് ആയിട്ടുണ്ടാവും. സ്ട്രീറ്റുകൾ മാറിയിട്ടുണ്ടാവും. ഷോപ്പിംഗ് അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. എന്തായാലും നാട്ടിലേക്ക് വന്നൊരു വേറൊരു ജോബ്, വേറൊരു കൺട്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 1 മന്ത് നാട്ടിൽ എനിക്ക് സ്റ്റേ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയാവും എന്നറിഞ്ഞുകൂടാ. കറൻ്റ്ലി ഇപ്പോൾ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് ആ 1 മന്ത് എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് 1 മാസം നാട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എൻ്റെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇനി ഞാൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.